നന്ദുവിൻ്റെ പേര് പറഞ്ഞ അനിയെ തല്ലി അജയൻ. അങ്ങനെ നമ്മുടെ പ്രിയ പ്രേക്ഷകരെ, അനന്തപുരി തറവാട്ടിൽ ഇപ്പോൾ ഒരു സൈഡിലൂടെ അനി എല്ലാവരെയും മനസ്സിലാക്കിപ്പിച്ച് വരുമ്പോൾ മറു സൈഡിൽ ഇരുട്ട് കൂടുന്നതാണ് കാണാനായിട്ട് കഴിയുക. അതായത് അജയനാണെങ്കിൽ നമ്മുടെ അനിയുടെ അടുത്ത് ദേഷ്യപ്പെട്ട് കൊണ്ടുവന്ന് പറയുന്നുണ്ട്, ദേ അനി, നീ ഒരു കാര്യം മനസ്സിലാക്കണം. അവർക്ക് നിൻ്റെ അടുത്തേക്ക് നന്ദുവിനെ അയക്കാൻ, നിനക്ക് വിവാഹം കഴിപ്പിച്ച് തരാൻ അവർക്ക് യാതൊരു താല്പര്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നീ ഒരാവശ്യമില്ലാതെ അവരുടെ ബന്ധത്തിന് തടസ്സം നിൽക്കരുത്. നവീനും നന്ദുവും അവർ നല്ല ചേർച്ചയാണെന്നും നിന്നേക്കാളും എന്തായാലും 1000 മടങ്ങ് യോഗ്യതയുണ്ട് അവനെന്നും നമ്മുടെ അജയൻ പറയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ ദേ അച്ഛാ, എന്തിനാവശ്യമില്ലാത്തതൊക്കെ പറയണേ? നന്ദുവിന് എന്നെ ഇഷ്ടമാണ്, എനിക്ക് നന്ദുവിനെയും എന്ന് പറയുമ്പോൾ നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഇഷ്ടമാണെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. അത് സമ്മതിച്ചു. പക്ഷെ അവളുടെ വീട്ടിൽ സമ്മതിക്കില്ലല്ലോ. അവളുടെ വീട്ടുകാരാണെങ്കിൽ നല്ലൊരു ആലോചന കണ്ട് കണ്ണ് മഞ്ഞളിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി നീ അത് മുടക്കാനോ അവളുടെ പിന്നാലെ പോയാലോ എൻ്റെ കയ്യിൽ നിന്ന് കണക്കിന് വാങ്ങുമെന്ന് പറയുമ്പോൾ അനി പറയുന്നുണ്ട്, തീർച്ചയായും ഞാൻ പോവും. എനിക്ക് നന്ദു ഇല്ലാതെ ഒരു ജീവിതമില്ല എന്ന് പറയുമ്പോൾ, നിനക്ക് ജീവിതം ഉണ്ടോയെന്ന് ഞാൻ ആക്കിത്തരാടാ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇനി മേലാൽ നീ നന്ദുവിനെ കാണാനോ സംസാരിക്കാനോ പോയി കഴിഞ്ഞാൽ എൻ്റെ തനി സ്വഭാവം മാറുമെന്ന് അജയൻ പറയുന്നു. തുടർന്ന് അജയൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, നിന്നെപ്പോലൊരു മോന് ജന്മം കൊടുത്തതിന് എനിക്ക് തന്നെ അപമാനമാണ് എന്ന് പറയുന്നു. എന്തായാലും 2 പെൺകുട്ടികൾ ഒരു വീട്ടിൽ നിന്ന് തന്നെ വന്നു. മൂന്നാമതൊരാളും കൂടി വരേണ്ടതില്ല, എനിക്ക് അതിന് താല്പര്യമില്ല, ഇഷ്ടമല്ല എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഇതേ സമയം ശൈലജയും അത് തന്നെ പറയുന്നുണ്ട്. ഞാൻ നിങ്ങളോട് ഇതല്ലേ പലതവണ പറഞ്ഞത്, നിങ്ങൾക്ക് ഇപ്പോഴാണോ മനസ്സിലായത് എന്ന് ചോദിക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും, സാധിക്കും. പ്രേക്ഷകരെ, ശൈലജയോടും അജയൻ തട്ടിക്കയറുന്നുണ്ടെന്ന് കാണാം. അനിയാണെങ്കിൽ അച്ഛൻ്റെ മനം മാറ്റം കണ്ട് പെട്ടെന്ന് തന്നെ സങ്കടപ്പെടാനായിട്ട് തുടങ്ങുകയാണ് എന്നും കാണാനായിട്ട് കഴിയും, സാധിക്കും. അപ്പോൾ സബ്സ്ക്രൈബ്